ഇനി നമുക്ക് 35-ാമത്തെ മുതൽക്കുള്ള ശ്ലോകമാണ് നോക്കുവാനുള്ളത്. 35-ാമത്തെ ശ്ലോകം. വ്രജസ്യ രാമഃ പ്രേമർത്ഥൈർവീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം മുക്തസ്തനേഷ്വപത്യേഷ്വപ്യഹേതുവിദചിന്തയത്. വ്രജസ്യ രാമഃ പ്രേമർത്ഥൈർവീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം. കുറച്ചധികം സമസ്ത പദങ്ങൾ ഈ ശ്ലോകങ്ങളിലൊക്കെ വരുന്നുണ്ട്. വ്രജസ്യ എന്ന് പറഞ്ഞാൽ വ്രജത്തിൻ്റെ, ആ ഗോകുലത്തിൻ്റെ അഥവാ ഈ ഒരു കുലമാണ് വ്രജം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ വൃന്ദാവനത്തിലുള്ള, മുൻപ് ഗോകുലത്തിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന അവരുടെ രാമ എന്ന് പറഞ്ഞാൽ രാമൻ. പ്രേമർത്ഥേർ വീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം. പ്രേമർത്ഥേ വീക്ഷ്യ ഔത്കണ്ഠ്യം അനുക്ഷണം. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് പ്രേമർത്ഥേർ വീക്ഷ്യ ഔത്കണ്ഠ്യം അനുക്ഷണം. പ്രേമർത്ഥേ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രേമത്തിൻ്റെ ആധിക്യം, തങ്ങളുടെ ഉണ്ണികളോട് തോന്നിയ ആ ഒരു പ്രേമവാത്സല്യങ്ങളുടെ ആധിക്യം വീക്ഷ്യ കണ്ടിട്ട്, ഔത്കണ്ഠ്യം അനുക്ഷണം. ഔത്കണ്ഠ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഉത്സുകഭാവത്തെ അനുക്ഷണം ക്ഷണം തോറും മുക്തസ്തനേഷ്വപത്യേഷ്വപ്യഹേതുവിദചിന്തയത്. മുക്തസ്തനേഷു, മുക്ത എന്ന് പറഞ്ഞാൽ വിടുവിക്കപ്പെട്ട, സ്തനേഷു സ്തനങ്ങളോട് കൂടിയ. ഇവിടെ മുക്തസ്തനേഷു അപത്യേഷു അപി അഹേതുവിത് അചിന്തയത്. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. മുക്ത എന്ന് പറഞ്ഞാൽ വിടുവിക്കാം, മുക്തരാക്കിയ, മുക്തമാക്കപ്പെട്ട. സ്തനേഷു സ്തനങ്ങളോട് കൂടിയ. അപത്യേഷു അപി ആ സന്താനങ്ങളിലും. അഹേതുവിത്, അതായത് ഹേതു എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് പോലും അറിയാത്തവനായിട്ട്. അചിന്തയത് ചിന്തിച്ചു. ഇവിടെ പറയുകയാണ് ഈ തങ്ങളുടെ മുലകുടി മാറാത്ത കുട്ടികളെക്കുറിച്ച് ഈ അമ്മമാർക്ക് ഒരു അതിശയം തോന്നുന്നു. 8ഉം 9ഉം ഒക്കെ വയസ്സായി കുട്ടികൾ വീണ്ടും വന്ന് അമ്മമാരുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയെ, അമ്മമാർക്കും ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സ്തനങ്ങളിൽ നിന്നും പാല്, അവരുടെ വാത്സല്യമാകുന്ന അമൃത് അങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു പ്രേമം, എന്നാലോ ഈ ഗോപന്മാർക്കും ഇത് അതിശയമാണ്. എന്താണെന്നറിയില്ല, തങ്ങളുടെ ഉണ്ണികളെ കാണുമ്പോൾ അധികമായിട്ടൊരു പ്രേമരസം, ഒരു ആനന്ദമുണ്ടാകുന്നു. ഇതൊക്കെ അത്യന്തം ആശ്ചര്യകരം തന്നെയാണ്. ഈ പശുക്കുട്ടികളെയൊക്കെ പരിപാലിക്കാനായിട്ട് പോകുന്നവരാണ് ഈ ഗോപപാലന്മാർ എന്നതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അത്യാവശ്യം കുറച്ച് വളർന്നവരാണ്, അതായത് മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞവരാണ്. പക്ഷേ അങ്ങനെയുള്ള ഈ കുട്ടികളെ കാണുമ്പോൾ പോലും ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന ആ അതിയായ വാത്സല്യത്തിൻ്റെ രൂപത്തിൽ ഈ കുഞ്ഞുങ്ങളോടൊക്കെ ഇപ്പോൾ എന്താണെന്നറിയാത്ത ഒരു അതിയായ പ്രേമഭാവം അതിങ്ങനെ വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ബലരാമന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകും എന്നറിയാം. പക്ഷെ എന്താണ് കാരണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ബലരാമൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ആ ചിന്തിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ പോകുന്നത്. ഇതുവരെ ആർക്കും തോന്നാതെ ഇരുന്ന ഒരു സംശയം ബലരാമന് തോന്നി. എന്തുകൊണ്ടാണ്
ഈ പശുക്കുട്ടികളാണെങ്കിലും പശുക്കളാണെങ്കിലും ഈ ഉണ്ണികളാണെങ്കിലും ഇവരുടെ കൂടെ കളിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കന്മാർ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാൻ എന്താണ് കാരണം എന്ന് ബലരാമന് ഒരു സംശയം തോന്നി. എന്തെങ്കിലും കാരണമില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ബലരാമൻ അറിയാമായിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വ്രജസ്യ രാമ പ്രേമർത്ഥേർവീക്ഷ്യ ഉത്കണ്ഠ്യമനുക്ഷണം മുക്തസ്തനേഷ്വപത്യേഷ്വപ്യഹേതുവിദചിന്തയത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാമ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ആ ഒന്നാമത്തെ പദത്തിലെ ബാക്കിയുള്ളതെല്ലാം പ്രേമർത്ഥേർവീക്ഷ ഉത്കണ്ഠ്യമനുക്ഷണം, അതത്രയും ചേർത്ത് വായിക്കേണ്ടതാണ്. രണ്ടാമത്തെ പാദം മുഴുവനും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. മുക്തസ്തനേഷ്വപത്യേഷ്വപ്യഹേതുവിദചിന്തയത്. ഇനി ആദ്യത്തെ പാദത്തിലെ സമസ്ത പദത്തിൽ വരുമ്പോൾ പ്രേമർത്ഥേർവീക്ഷ്യ ഉത്കണ്ഠ്യം അനുക്ഷണമാണ്, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ മുക്തസ്തനേഷു അപത്യേഷു, ശ്വ എന്ന അക്ഷരത്തിന് സ്തനേഷു അപത്യേഷു ആണ് അകാരം കൊടുത്ത് വായിക്കുക. അതേപോലെ അപത്യേഷു അപിയാണ്, അവിടെയും ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അപി അഹേതുവിതാണ്, അതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അത് കഴിഞ്ഞാൽ അഹേതുവിത് അചിന്തയതാണ്, അവിടെ ദ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് 35-ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്. കേയം വാകുത ആയാത ദേവി വാ നാര്യുതാസുരി പ്രായോ മായാസ്തു മേ ഭർത്തുർനാന്യാമേപി വിമോഹിനി കിമേതദത്ഭുതമിവ വാസുദേവേഖിലാത്മനി. കിം ഏതത് അത്ഭുതം ഇവ. ഏതത് ഇത്, കിം എന്താണ്, അത്ഭുതം ഇതിൽ എന്താണ് അത്ഭുതം, ഇതെന്ത് ആശ്ചര്യമാണിത്. ഇവ വാസുദേവേഖിലാത്മനി, വാസുദേവേ ഇവ അഖിലാത്മനി. അതായത് വാസുദേവ ഇവ എന്ന് പറഞ്ഞാൽ വാസുദേവനിൽ തോന്നുന്ന എന്നതുപോലെ ഭഗവാനോട് നമുക്ക് എങ്ങനെയാണോ ഒരു പ്രേമം തോന്നുന്നത്, എങ്ങനെയാണോ അതിനെ എന്തു പേരിട്ട് വിളിക്കണമെന്നറിയാത്ത ഒരു ഭാവമാണ് നമുക്ക് ഭഗവാനോടുള്ളത്. വെറും പ്രേമം എന്ന് പറയുക വയ്യ, ഭഗവാനിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വ്യഗ്രത, ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദ നിർവൃതി, അതിന് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഭഗവാനോട് തോന്നുന്ന, ഭഗവാന്റെ സദാ സാമീപ്യം കൊതിക്കുന്ന ജീവാത്മാവ്. അപ്പോൾ ഭഗവാന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു കിട്ടുന്ന ആ ഒരു ജീവാനന്ദാമൃത രസം, അതിനെ എന്ത് പേരാണിട്ട് വിളിക്കേണ്ടതെന്നറിയില്ല, എന്തോ ഒരു ആശ്ചര്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇതെന്ത് ആശ്ചര്യമാണ്, എന്ത് അത്ഭുതമാണിത്. വാസുദേവനോട് എന്ന പോലെ അഖിലാത്മനി, വാസുദേവേ അഖിലാത്മനി, വാസുദേവനോട് എന്ന പോലെ സകല ജീവഭൂതനായിരിക്കുന്ന സർവചരാചരങ്ങളുടെയും ആത്മഭൂതമായിരിക്കുന്ന ആ വാസുദേവനോട് എന്ന പോലെ വ്രജസ്യ, ഈ എന്നോട് കൂടെ ഈ ഇവിടെ കഴിയുന്ന ഈ ഗോകുലത്തിലുള്ള ഈ വൃന്ദാവനത്തിലുള്ള എല്ലാവർക്കും സാത്മനസ്തോകേഷ്വപൂർവം പ്രേമ വർദ്ധതേ. സാത്മന തോകേഷു അപൂർവം, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സാത്മന എന്ന് പറഞ്ഞാൽ എന്നോട് കൂടിയിട്ട് ഈ വ്രജത്തിൽ കഴിയുന്ന, എന്നോടുകൂടി ഈ വ്രജത്തിൽ കഴിയുന്നവർക്കൊക്കെ തോകേഷു എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അപൂർവം, മുൻപ് ഉണ്ടായിട്ടില്ലാത്തതായിട്ടുള്ള പ്രേമവർദ്ധതേ, പ്രേമം, അവരോടൊക്കെ ഒരു സ്നേഹം വർദ്ധിക്കുന്നു. ഇതിപ്പോൾ എന്ത് ആശ്ചര്യമാണ് ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്നത്. രാമേട്ടൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല. ഈ ബലരാമൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്?
താൻ മുൻപും ഈ വ്രജത്തിലുണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും ഉള്ള ആളാണ്. മുൻപ് എന്തായിരുന്നു എന്ന് തനിക്ക് നന്നായിട്ടറിയാം. മുൻപ് ഈ ഗോപസ്ത്രീകൾക്കും ഈ പശുക്കൾക്കാണേലും പശുക്കുട്ടികൾക്കാണേലും ഈ ഒരു പ്രേമം തോന്നിയിരുന്നത് കൃഷ്ണനോട് മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ താൻ കാണുന്നത്. ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഒക്കെ താങ്കളുടെ ഉണ്ണികളോട് എന്താ ഇത്രയേറെ സ്നേഹം തോന്നാൻ കാരണം? മുൻപ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ മുൻപില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഇത്രയേറെ വർദ്ധിച്ച ഒരു പ്രേമം ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണമല്ലോ. തനിക്കൊന്നും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഈ പശുക്കുട്ടികൾക്കും പശുക്കൾക്കും തമ്മിൽ ഇത്രയേറെ അഭേദ്യമായ ഒരു ബന്ധം, ഇങ്ങനെ ഒരു പ്രേമ ബന്ധം ഇതിനു മുമ്പ് താൻ കണ്ടിട്ടില്ല. അവിടെയും എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് രാമേട്ടന് മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെന്തൊരാശ്ചര്യമാണ് എന്നാണ് ബലരാമൻ ചിന്തിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കിമേതദത്ഭുതമിവ വാസുദേവേഖിലാത്മനി വ്രജസ്യ സാത്മനസ്തോകേഷ്വപൂർവം പ്രേമ വർദ്ധത്തെ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കിം ഏതത് അത്ഭുതമിവ ആണ് ദായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ സാത്മനസ്തോകേഷ്വപൂർവം, അവിടെ അതത്രയും ചേർത്ത് വായിക്കണം. തന്നെയുമല്ല തോകേഷു അപൂർവമാണ്, അതുകൊണ്ട് ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 37-ാമത്തെ ശ്ലോകം. കേയം വാ കുത ആയാത ദേവി വാ നാര്യുതാസുരി പ്രായോ മായാസ്തു മേ ഭർത്തുർനാന്യ മേപി വിമോഹിനി. കേയം വാ കുത ആയാത, കഹ ഇയമാണ്, ക ഇയമാണ് കേയം. ക എന്ന് പറഞ്ഞാൽ എന്ത്. കേയം വ, ക ഇയം വ, ഇയം എന്നാൽ ഇത്. ഇയം ക വ, ഇതെന്താണ്? കുതഹ, എവിടെ നിന്ന്, ആയാത, എത്തിച്ചേർന്നതാണ്, എവിടെ നിന്ന് വന്നതാണ്. ദേവി വ നാരി ഉത ആസുരി. ദേവി വ, അതായത് ഒരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയം പോലെ. നാരി ഉത ആസുരി, നാരീവ എന്ന് പറഞ്ഞാൽ ഇത് നരപ്രയുക്തയോ, അതല്ല, ഇനിയും ആസുരീവ, അസുരന്മാർ, അസുരപ്രയുക്തമായിട്ടുള്ളതാണോ. പ്രായോ മായാസ്തു മേ ഭർത്തുർന അന്യ മേബി വിമോഹിനി. പ്രായോ മായാസ്തു, പ്രായ എന്ന് പറഞ്ഞാൽ പ്രായേണ, മായാസ്തു, മായ എന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തിവിശേഷം. മായ അസ്തു, ഇനി മറ്റെന്തെങ്കിലും ഒരു ശക്തിവിശേഷമായിരിക്കുമോ ഇത്. മേ എന്ന് പറഞ്ഞാൽ എനിക്ക്. ഭർത്തുർ ന അന്യ മേ അപി വിമോഹിനി. ഭർത്തുഹു എന്ന് പറഞ്ഞാൽ ഈ സ്വാമിയുടെ, അതായത് ഭഗവാന്റെ മായാവിശേഷം അല്ലെങ്കിൽ ശക്തിവിശേഷം തന്നെ ആയിരിക്കണം. അതല്ലാതെ ന അന്യ, മറ്റൊരു കാരണവും എനിക്ക് തോന്നുന്നില്ല. വിമോഹിനി, മേ അപി വിമോഹിനി, മേ അപി, എന്നെപ്പോലും വിമോഹിനി, മോഹകാരിണിയായിരിക്കുന്നു. അത് എനിക്ക് പോലും ഇതെന്നെ വല്ലാതെ ആ ഒരു മായ വിമോഹത്തിൽ പെടുത്തിയിരിക്കുന്നു. എനിക്കും ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ, ഇതിന് കാരണം എന്തോ ഒരു മായ പ്രയോഗിച്ചത് തന്നെ ആയിരിക്കണമെന്നാണ് ഇവിടെ ബലരാമൻ ഊഹിക്കുന്നത്. ശ്രീകൃഷ്ണനോടെന്ന പോലെ ഈ ഗോപന്മാർക്കൊക്കെ തങ്ങളുടെ സന്തതികളിൽ ഇത്രയേറെ ഒരു പ്രേമഭാവം ഉണ്ടാകുന്നത് ഇത് അത്യന്തം അതിശയകരമാണ്. ഇതിപ്പോൾ എവിടുന്ന് വന്നതാവാം? ആരായിരിക്കാം ഈ ഒരു മായ സൃഷ്ടിച്ചത്? ഈ ശ്രീകൃഷ്ണനോട് തോന്നുന്ന പോലെയുള്ള പ്രേമമൊന്നും ഇതിനു മുൻപ് ഇവരിൽ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ
ഇനി ഇഷ്ടദേവതകൾ വല്ലതും ഇവരുടെ അന്ധകരണത്തിൽ നടത്തിയ ഒരു മായയായിരിക്കുമോ ഇത്? ഏതായാലും സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് ഈ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് പെട്ടെന്നൊരു നിമിഷം അവർക്ക് അറിവുണ്ടായതുകൊണ്ട് അവർക്ക് തങ്ങളുടെ ഉണ്ണികളോട് ഇഷ്ടം കൂടിയതാവില്ല എന്നത് ഉറപ്പാണ്. ഇനിയും വല്ല മഹർഷിമാരും ഈ മന്ത്രദ്രഷ്ടാക്കളായിരിക്കുന്ന വല്ല മഹർഷിമാരും ഇനിയും ഇങ്ങനെ എന്തെങ്കിലും മായ പ്രയോഗിച്ചതായിരിക്കുമോ? ഇനി ഇതൊന്നുമല്ലെങ്കിൽ കുറേയായല്ലോ നമ്മളിപ്പോൾ കാണുന്നു കംസന്റെ ദൂതന്മാർ അല്ലെങ്കിൽ കിങ്കരന്മാർ വന്ന് പലതരത്തിലുള്ള മായകൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അസുരന്മാർ പ്രയോഗിച്ച എന്തെങ്കിലും മായയായിരിക്കുമോ? പൂതന മായ പ്രയോഗിച്ച് എല്ലാവരെയും മോഹിപ്പിച്ചില്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്നെ തന്നെയും ഞാൻ ഭഗവാനെ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ അനന്തമൂർത്തിയാണ്, എന്നിട്ടും എന്നെ പോലും മോഹിപ്പിക്കുന്ന വിധത്തിൽ എൻ്റെ സ്വാമിയായിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ്റെ മായ തന്നെയാകുമോ ഇത്? ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ചിന്തകളാണ് ആ ബലരാമൻ്റെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു രാമേട്ടന്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു മായാശക്തി, ഒരു മായാപ്രഭാവമുണ്ട്. ആ മായാപ്രഭാവത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അതുകൊണ്ടാണ് അത് തന്നെ പോലും മോഹിപ്പിക്കുന്നത്. ആ മറ തൻ്റെ മുൻപിൽ പോലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതത്രമാത്രം വലിയൊരു ശക്തിയുടെ മായ ഒന്നുകൊണ്ട് തന്നെയാണ് എന്ന് രാമേട്ടൻ ഇവിടെ ഉറപ്പിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കേയം വാക്കുത ആയാത ദേവി വാ നാര്യുതാസുരീ പ്രായോ മായാസ്തു മേ ഭർത്തുർനാന്യമേബി വിമോഹിനി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. മായാസ്തു അതൊക്കെ ശ്രദ്ധിക്കുക. അത് നമ്മൾ ചേർത്ത് വായിച്ചാലും മായാസ്തു അങ്ങനെ തന്നെ വരികയുള്ളൂ. അതുപോലെ നാര്യുത ആസുരിയാണ്, അവിടെ ആ കാര്യം നീട്ടിയെടുക്കുക. ബാക്കിയൊക്കെ അതുപോലെ ന അന്യ ആണ്, നാന്യ, അവിടെ അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.